എന്തൊക്കെയുണ്ട്? എൻ്റെ സമ്മർ ഗാർഡൻ റീസെറ്റിൻ്റെ തേർഡ് പാർട്ടാണ് ഇന്ന്. എനിക്കറിയാം കുറച്ച് വൈകിപ്പോയി, കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ബേർഡ്സൊക്കെ ഒത്തിരി ഫീഡ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ ഇടയ്ക്ക് പനിയൊക്കെ പിടിച്ചുകൊണ്ട് ഗാർഡൻ റിപ്പോർട്ടിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് വീഡിയോ ലേറ്റ് ആയത്. അപ്പോൾ നമ്മൾ ഗാർഡൻ ടെറസിലുള്ള ബാക്കിയുള്ള പ്ലാന്റ്സൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഇന്നും കൊണ്ട് തീർക്കണമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ടും ഒരു 2-3 ദിവസമൊക്കെ എടുത്തിട്ടാണ് തീർന്നത്. മുകളിലോട്ട് പോകുന്നതിന് മുന്നേ താഴെയുള്ള കുറേ ഓർക്കിഡ്സും ആന്തൂറിയും ഒക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഞാൻ ടേക്ക് കെയർ ചെയ്യുന്നതെന്നാണ് കണ്ടിട്ട് നമുക്ക് പോകാം. അപ്പോൾ ഞാൻ സാധാരണ മിറാക്കിൾ ഗ്രീനിൻ്റെ ബ്ലൂമിനുള്ളതും ഫ്ലവറിങ് പ്ലാന്റ്സിനുള്ള ഫ്ലവേഴ്സ് വരാനുള്ള ഇതുമാണ് മാറി മാറി ആഴ്ചയിൽ യൂസ് ചെയ്യുന്നത്. ഡയാന്തസും ഓർക്കിഡ്സ് ആന്തൂറിയം ഇതൊക്കെയാണ് ഞാൻ താഴെ വെച്ചേക്കുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാം ഇപ്പോൾ നല്ല മൊട്ടൊക്കെ ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഫ്ലവറിങ് ബ്ലൂസ്റ്ററാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഞാൻ 2 ദിവസം നന്നായിട്ട് ഡ്രൈ ആകാനായിട്ട് വെക്കും ഈ ഓർക്കിഡും ആന്തൂറിയവും. അത് കഴിഞ്ഞിട്ടാണ് ഞാനിത് സ്പ്രേ ചെയ്യുന്നത്. അപ്പം ആ കിട്ടുമ്പം ഭയങ്കര ഫ്രഷായിട്ട് ഒത്തിരി ഫുൾ അവർ വലിച്ചെടുക്കാനായിട്ട് നോക്കും, ഒന്നും വേസ്റ്റായി പോകത്തുമില്ല. ആന്തൂറിയം ഒക്കെ റിപ്പോർട്ട് ചെയ്യാനുണ്ട്. അത് അടുത്ത കുറേ ആഴ്ചകളിലൊക്കെ ആയിട്ട് ചെയ്യണം. സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യം നമുക്ക് ബേർഡ്സിനെ ഫീഡൊക്കെ ചെയ്യണമല്ലോ. അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ടിംഗ് ഡയറക്റ്റ് തുടങ്ങുവാണ്. ബേർഡ്സിൻ്റെ ഫുഡൊക്കെ എടുത്ത് കഴിഞ്ഞേച്ച് നമ്മൾ സാധനങ്ങളൊക്കെ ഞാൻ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് ഇതൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പം തന്നെ കുറേ സമയം എടുക്കും. ചാക്കും എല്ലാം വലിച്ചു പൊക്കി മുകളിലോട്ട് കൊണ്ടുപോകണം. ഇത് എൻ്റെ ഹോബി ആയിട്ട് ചെയ്യുന്ന അതുകൊണ്ടാണ്. എല്ലാവരും ഓർക്കും ആൾക്കാരെ വിളിച്ചതൊക്കെ ചെയ്താൽ പോരെയെന്ന്. എൻ്റെ അടുത്തിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട് കുറേ ആൾക്കാർ, ഇതൊക്കെ ആൾക്കാരെയും കൊണ്ട് ചെയ്യിപ്പിച്ചാൽ പോരെയെന്ന്. അപ്പോൾ പിന്നെ അത് ഹോബി ആകത്തില്ലല്ലോ. ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് എനിക്ക് ചെയ്യാൻ താല്പര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ തന്നെത്താനെ ഇതൊക്കെ ചെയ്യാനായിട്ട് നോക്കുന്നത്. പിന്നെ ഇതൊക്കെയല്ലേ ഒരു രസം അല്ലേ? അപ്പോൾ ഞാൻ പോട്ടിംഗ് മിക്സായിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പം യൂസ് ചെയ്യുന്നത് ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, നമ്മളുടെ എല്ലുപൊടി, ഇതൊക്കെയാണ്. ഇത് മാത്രമേ ഞാൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യത്തുള്ളൂ. കാരണം അത് കഴിഞ്ഞ് ഞാൻ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് ചെടി ഒന്ന് ലെവലായി കഴിയുമ്പോൾ ബാക്കിയുള്ള വളങ്ങൾ ഞാൻ എൻ്റെ മുകളിൽ കൂടെ ഇടുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും അറിയത്തില്ല, നമ്മുടെ രംഗൂൺ ക്രീപ്പർ. ഞാൻ ക്രീപ്പറായിട്ടൊന്നും വിടാൻ സമ്മതിക്കുകയില്ല. കാരണം എനിക്ക് എപ്പോഴും നമ്മൾ സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നതുകൊണ്ട് ഞാനത് ബുഷിയായിട്ട് നിർത്തുകയുള്ളൂ. ഇതിൻ്റെ സമ്മറിലൊക്കെ ഈ ചെടിക്ക് അധികം വെള്ളം ഒഴിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ടർട്ടിൽ വൈൻ ഇതിൻ്റെയൊക്കെ മൂട്ടിൽ വെക്കുന്നത്. പിന്നെ അത് നല്ലൊരു വെള്ളം പിടിച്ച് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുമല്ലോ. മുല്ലയൊക്കെ നന്നായിട്ട് തഴച്ച് വളർന്ന് നിൽക്കുകയാണ്. ഇപ്പം ഞാൻ പ്രൂൺ ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ ജസ്റ്റ് അടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വളമിടുന്നതേ ഉള്ളൂ. കാരണം ഇതിൽ ഓൾറെഡി പൂക്കളും മൊട്ടും ഒക്കെ ആയിട്ടിരിപ്പുണ്ട്. എനിക്കത് പ്രൂൺ ചെയ്യാനായിട്ടൊരു മടി. അപ്പം ഈ വളമൊക്കെ ഇട്ട് നമ്മൾ ഒന്ന് മണ്ണ് മാന്തുമ്പം തന്നെ ഒരു ക്ഷീണം ഇതിന് തട്ടുമല്ലോ. അപ്പം ഞാൻ നോക്കട്ടെ, കുറേ ഇലയൊക്കെ പൊഴിഞ്ഞു പോവുകയാണെങ്കിൽ ഞാൻ പ്രൂൺ ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രൂൺ ചെയ്ത ചെടികളൊക്കെ നന്നായിട്ട് വളർന്ന് പൂക്കളൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഞാനിത് ആർച്ച് പോലൊക്കെ ഉണ്ടാക്കാനാണ് 2 ചട്ടിക്കകത്തൊക്കെ നട്ടൊക്കെ വെച്ചേക്കുന്നത്. പക്ഷേ ഞാൻ ആർച്ചൊന്നും ഉണ്ടാക്കിയില്ല. കാരണം എനിക്കിത് കൺട്രോൾഡ് ചെയ്ത് വളർത്താനായിട്ട് പറ്റുമല്ലോ. ഇനിയും ബൊഗൈൻവില്ലയുണ്ട്. ഇപ്പം തന്നെ ഉച്ചയായി. ഇനിയും മോനെ സ്കൂളിൽ നിന്ന് വിളിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി. തന്നെയല്ല, സമയമായി, 1 മണിയായി. ഇനിയും അവനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരികയും വേണം. അപ്പോൾ ഭയങ്കര ചൂടുമായിപ്പോയി. കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ വാട്ടർ ലില്ലി പ്ലാന്റ്സും ലോട്ടസും ഒക്കെ മാറ്റി ക്ലീനൊക്കെ ചെയ്ത് ഫിഷിനൊക്കെ പിടിച്ചിട്ടു. ഞാനതെല്ലാം മുകളിൽ നിന്ന് താഴെ കൊണ്ടുവന്ന് വെച്ചു. കാരണം ഭയങ്കര ചൂടായതുകൊണ്ട് ഫിഷെല്ലാം താഴെ തന്നെ ഇരിക്കുകയാണ്, ആരും മുകളിൽ കയറി വരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ വെച്ച്. പൂക്കളൊക്കെ എഴുതിപ്പുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വയ്യായിരുന്നെങ്കിലും ടെറസിൻ്റെ മുകളിൽ പോയി ചെയ്യാൻ വയ്യാഞ്ഞിട്ടും താഴെയുള്ള ഓർക്കിഡ്സ്, ഗ്രൗണ്ട് ഓർക്കിഡ്, ഈ നമ്മുടെ അഡീനിയം, ഇതൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ സീഡ്സ്, നമ്മുടെ ബൾബ്സൊക്കെ നടാനുള്ളതൊക്കെ ഞാൻ നട്ടു വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഗ്ലാഡിയോളസിൻ്റെ, സൺഫ്ലവർ അല്ല, ഡാലിയയുടെ ഒക്കെ കട്ടിങ്സ് ഒക്കെ എടുത്ത് നമ്മൾക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ. കാരണം പൂക്കളൊക്കെ കഴിഞ്ഞ്
അതിന് ഞാൻ കുറേ പ്രൂണൊക്കെ ചെയ്യുന്ന ഉടനെ അതിൻ്റെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അതിൻ്റെ ഇലകൾ പൊട്ടി വരും. അപ്പം അതൊക്കെ ഞാൻ ഈ സമയത്താണ് കട്ടിങ്സൊക്കെ എടുത്ത് സേവ് ചെയ്ത് നെക്സ്റ്റ് സീസണിലേക്ക് വളർത്തിയെടുക്കാനൊക്കെ ട്രൈ ചെയ്യുന്നത്. ബൾബുണ്ട്, എന്നാലും വൈകുന്നേരം ഞാൻ ബാക്കിയുള്ള ബൊഗെയിൻവില്ലയും കൂടെ ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ പോട്ടിംഗ് മിക്സായിട്ട് കൊക്കോപ്പിറ്റ്, ഇനിയിപ്പോൾ സമ്മറല്ല വരുന്നത്, അപ്പം ഇനിയും കുറച്ച് കൊക്കോപ്പിറ്റ് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. മണ്ണ്, നമ്മളുടെ ബാക്കിയുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന വളങ്ങൾ, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, കുറച്ച് സാഫ്. കാരണം എപ്പോഴും ഞാൻ സാഫ് ആഡ് ചെയ്യും എന്ത് സംഭവം മിക്സ് ചെയ്താലും, വലിയ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് കണ്ടോ, എൻ്റെ ബൊഗെയിൻവില്ല ഞാൻ ഒത്തിരി നാളായി ഫുള്ള് റീപോർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഫുള്ള് പോട്ട് റീപോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻ്റെ എല്ലാ ബൊഗെയിൻവില്ലയും അത് അങ്ങനെയാണ്. ഞാനിപ്പം വർഷത്തിലൊരിക്കൽ ഞാൻ ഫുള്ള് പോട്ട് ഇളക്കി മാറ്റി മണ്ണ് ഫുള്ള് പുതിയത് ആഡ് ചെയ്യും. അപ്പം ചെറിയ പോട്ടിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങുവാണ്. അവനെ കുറച്ച് നേരമൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരും, പോട്ടൊക്കെ എടുത്ത് വെച്ച് തരുമൊക്കെ ചെയ്യും. ഇനി കുറേ ചെറിയ ചെറിയ പോട്ടുകളൊക്കെ ഫ്രണ്ടിലിരുന്ന പോട്ടുകളൊക്കെ ആയി. ഇപ്പം വൈകുന്നേരം പെട്ടെന്ന് ഇവിടെ ഇരുട്ടാകുകയും ചെയ്യും. പിന്നെ കുറേ കൊതുകാണ്. പിന്നെ കുറച്ച് ഈ സ്റ്റാൻഡൊക്കെ ഞാൻ കുറച്ച് മുന്നോട്ട് വെക്കുവാണ്. കാരണം എനിക്ക് ഈ സൈഡിലാണ് തുണി വിരിക്കാനായിട്ടുള്ള ഇവർ കെട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് തുണിയൊന്നും വിരിക്കാൻ പറ്റത്തില്ല. പിന്നെ കൂടുതൽ എനിക്ക് സ്ഥലം കിട്ടത്തില്ല പുറകോട്ട്. അപ്പം ഇത് കുറച്ചുകൂടെ മുന്നിലോട്ട് മാറ്റി, ഇത് തന്നെയല്ലേ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി അറേഞ്ച് ചെയ്ത് നമ്മളൊന്ന് സെറ്റാക്കി എടുക്കുന്നത് ഗാർഡൻ. അപ്പോൾ ഇപ്പം തന്നെ ഒത്തിരി വൈകി, വെട്ടം ഇല്ലാണ്ടാകും, എനിക്ക് ലൈറ്റ് ഇടാൻ പറ്റത്തില്ല. ഇത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുറേ സീഡ്സൊക്കെ നട്ടിട്ടുണ്ട്. നമ്മളിതൊക്കെ മണ്ണൊക്കെ നിറച്ച് വെച്ചായിരുന്നല്ലോ. പയർ, വെണ്ടയ്ക്ക, ടൊമാറ്റോ, ചെറിയ ടൊമാറ്റോ, ക്യാപ്സിക്കം, ഇങ്ങനെ കുറേ വെജിറ്റബിൾസൊക്കെ ഞാൻ നട്ടിട്ടുണ്ട്. ഞാൻ സാധാരണ ബേർഡ്സിനൊക്കെ യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ കഴിവതും ഞാൻ ഇവിടെ തന്നെ ഗ്രോ ചെയ്യാനാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. നമ്മളുടെ പാലക്കാണിത്, എല്ലാം നന്നായിട്ട് കിളുത്ത് വരുന്നുണ്ട്. പിന്നെ കൊറിയാൻഡർ, മിൻറ്റ് ലീഫ്, ഇതെല്ലാം ഞാൻ സീഡ്സൊക്കെ പാകി നട്ടു വെച്ചിട്ടുണ്ട്. പകുതി മണ്ണ് ഇടുകയുള്ളൂ, കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതിനകത്തോട്ട് കൊക്കോപ്പിറ്റും കുറേ വളവും കൂടെ ഒക്കെ ആഡ് ചെയ്യും. എൻ്റെ 3 പൈനാപ്പിളുണ്ട്. എനിക്ക് 3ലും പൈനാപ്പിൾ നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. ഇതെനിക്ക് ക്ലീൻ ചെയ്യണം, കാരണം മുള്ളായതുകൊണ്ട് ഞാൻ അവസാനം ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുവാണ്. കാരണം കയ്യിൽ എവിടെ തൊട്ടാലും കൈ മുറിയും. വൈകുന്നേരം ഞാൻ ഇറങ്ങിയേക്കുവാണ് ബാക്കിയുള്ള ബൊഗെയിൻവില്ലയുടെ റിപ്പോർട്ടിങ് ചെയ്യാനായിട്ട്. ചൂടാണ്, ഇന്നും കൊണ്ടെങ്കിലും തീരുന്നാൽ മതിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോന്നിനൊക്കെ പോകുന്നതുകൊണ്ടാണ് സമയം കിട്ടാത്തത്. അപ്പോൾ ഇന്ന് ഇത്രയും ബാക്കിയുണ്ട്. ബാക്കി എല്ലാ ചട്ടികളൊക്കെ ഞാൻ ചെയ്ത് വച്ചേക്കുവാണ്. ഈ വലിയ പോട്ട്സ് എല്ലാം റൂട്ട് ബൗണ്ട് ആയിട്ടിരിക്കുകയാണ്. അപ്പം ഇത് 1 വർഷമായി ഞാൻ ഫുള്ള് റീപോർട്ട് ചെയ്തിട്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ റൂട്ട്സൊക്കെ ഫുള്ള് ഞാൻ അറ്റമൊക്കെ വെട്ടി സാഫൊക്കെ തേച്ച് ഫുള്ള് ഹാർഡായിപ്പോയി. അപ്പം എനിക്കിത് വലിയ നീളത്തിൽ വളർത്താനായിട്ട് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. ഇതെല്ലാം മരങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ. നല്ല തിക്കായിട്ടുള്ള ട്രങ്കാണ് ഇതിൻ്റെ എല്ലാം. ഞാൻ വെട്ടി പ്രൂൺ ചെയ്ത് ചെറിയ ഇതിനകത്തിൽ ഇങ്ങനെ വെക്കുന്നതുകൊണ്ടാണ് ഈ ചെടി ഇങ്ങനെ ബുഷായിട്ട് നിൽക്കുന്നത്. എനിക്കങ്ങനെ വെക്കാനാണ് എനിക്കിഷ്ടം. എനിക്കിങ്ങനെ ഇത് ഈ കോല് പോലെ മുകളിലോട്ട് വളരുന്നതിനെക്കാട്ടിലും ഇത് ഫുള്ള് പൂക്കളായിട്ട് ബുഷായിട്ട് നിൽക്കുമ്പോഴാണ് ഇതിന് കാണാൻ നല്ല ഭംഗി. ഇപ്പം എൻ്റെ ഒരു 10 വർഷം പഴക്കമുള്ള ചെടികളാണ് ഈ വലിയ ചട്ടിക്കകത്തുകളൊക്കെ ഇരിക്കുന്നത്. അതിൽ നിന്ന് കട്ടിങ്സ് എടുത്ത് ഞാൻ പല പ്രാവശ്യമായിട്ട് പ്രൂൺ ചെയ്ത് ഉണ്ടാക്കിയതാണ് ബാക്കിയുള്ള ചട്ടികളിലെ ചെടികളെല്ലാം. അങ്ങനെ നമ്മളുടെ ഗാർഡനിലെ റീപോർട്ടിംഗ് എല്ലാം കഴിഞ്ഞു. ടെറസിലുള്ള ചെടികളെല്ലാം ഇനിയും താഴെയുള്ളതൊക്കെ ഉണ്ട്. പിന്നെ അതേ സമയത്ത് ഞാനും താഴെ ഉണ്ടായിരുന്ന നമ്മളുടെ അഡീനിയം, ഗ്രൗണ്ട് ഓർക്കിഡ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സമ്മറല്ലേ, നല്ല വെയിലത്ത് വെക്കണം, എന്നെങ്കിലേ അത് നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സുമായിട്ട് പിന്നെയും കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ചെടികളൊക്കെ നന്നായിട്ട് ഫ്ലവറിംഗ് ഒക്കെ ആയിട്ട് നിൽപ്പുണ്ട്. എൻ്റെ ഹിബിസ്കസ് മൊത്തം നിറച്ചും പൂക്കളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. ഇടയ്ക്കിടയ്ക്ക് ഷോർട്സിലൂടെയൊക്കെ ഇടാം. സമയം കിട്ടുന്ന പോലെ ബാക്കിയുള്ള അപ്ഡേറ്റ്സൊക്കെ പുറകെ ഞാൻ വീഡിയോസിൽ ഷെയർ ചെയ്യാം.
അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ബൈ ബൈ.